നല്ല ഓഫറൊക്കെ ഉണ്ടല്ലോ. അതെ, ഓണമായിട്ടാണ് ഓഫറൊക്കെ. എല്ലാം കഴിക്കാൻ ഇരിപ്പുണ്ടോടെ? വിശക്കുന്ന വല്ല ഉണ്ടാക്കി തടയുന്നേ. എന്താ ഉണ്ടാക്കാനോടോ? എന്തെങ്കിലും സ്നാക്സ് വല്ലതും ഒക്കെ ഉണ്ടാക്കുക. ഓ, എന്താ ഉണ്ടാക്കാനാ? മഴയും പിടിച്ച് മടി പിടിച്ചിരിക്കുമ്പോഴോ. കപ്പ ഉണ്ടല്ലോ, കപ്പ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാം നമുക്ക്. കപ്പ വീഴ മഴ ആയതുകൊണ്ട് എടുക്കാൻ പറ്റുമായിരിക്കും പെട്ടെന്ന്. എടുക്കണ്ട കേട്ടോ, അതുകൊണ്ട് അവിടെ കുറച്ച് ചപ്പ് കൂട്ടിട്ട്. അയ്യോ, പോകുന്നുണ്ടോ? ഇത് ഒരു കമ്പ് വെച്ച് കെട്ടി ഇങ്ങനെ കൊടുത്താൽ ശരിയാവില്ല. അത് ഒടിഞ്ഞതുകൊണ്ട് വെയിറ്റ് ഉണ്ടല്ലേ? വെയിറ്റ് ഉണ്ട്, ഒരേ പൂവിന് നല്ല വെയിറ്റ്. നീ പക്ഷെ ഓറഞ്ച് പൂവെല്ലാം ചെറുതാടി. ഇത് മഴ പെയ്യും പക്ഷെ എല്ലാം അങ്ങ് പോകും. അതായി പ്രശ്നം. കപ്പ എന്ത് ഷൈ ഉണ്ടല്ലേ? വെട്ടുകത്തി വെക്കുന്നത് ഞാൻ വന്നിരിക്കാണ്. അതെടുത്ത് ഇവിടെ കൊണ്ടുവെക്ക കപ്പ. സ്നാക്സ് ഉണ്ടാക്കാനല്ലേ അപ്പൊ എല്ലാം എടുക്കണ്ടല്ലോ. അതൊന്നും പറയാം. മതി, എത്ര മതിയായിരിക്കും. കഴിക്കും. ഈ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിയും. കപ്പ ഗ്രേറ്റ് ചെയ്തത് കുറച്ച് വെള്ളം ഒഴിച്ച് 2 പ്രാവശ്യം ഒന്ന് നല്ലതായിട്ട് കഴുകി ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. കപ്പയുടെ മിക്സ് നമ്മൾ വടയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് പൊരിച്ചെടുക്കാം. ചൂടായെന്ന് നോക്കാം. ചൂടായിട്ടുണ്ട്. അതിന് ഇട്ട് കൊടുക്കാം.
അത് കപ്പ വട. കപ്പ വടയാ? ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇതിന് കഴിച്ചോട്ടെ. നമുക്ക് ഇങ്ങനെ കൊറേ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കപ്പ കൊണ്ട്. ക്രിസ്പി ആയിട്ടുണ്ട്. അവിടെ ഉണ്ട് അകത്തിരിപ്പുണ്ട് ആ ഗ്യാസ് സ്റ്റൗവിന്റെ അടുത്ത്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. സംഗീതം ആരോ വെണ്ണിലാവിൻ ജാലകങ്ങൾ തുറന്നിട്ടതാവാം നിൻമുഖപ്പൂന്തി